ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഹൊറർ സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു ഹൊറർ സയൻസ് ഫിക്ഷൻ മൂവിയാണ്. സിനിമയുടെ പേര് ദ കോൾഡ് സ്കിൻ. സിനിമയുടെ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറക്കാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഷിപ്പും ആ ഷിപ്പിൽ യാത്ര ചെയ്യുന്ന കുറച്ച് പേരെയും കാണിക്കുന്നുണ്ട്. ഇവർ പോകുന്നത് നോർത്ത് അറ്റ്ലാന്റിക്കിലുള്ള ഒരു ചെറിയ റിമോട്ട് ഐലൻഡിലേക്കാണ്. ഇതിലൊരാളാണ് സിനിമയിലെ കഥാനായകൻ ഫ്രെഡ്. പുള്ളി ഒരു കാലാവസ്ഥാ നിരീക്ഷകനാണ്. ആ ദ്വീപിൽ ചെന്ന് വെതർ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിനെ ഏൽപ്പിക്കാനുള്ള ചുമതലയിലാണ് നമ്മുടെ ഫ്രെഡ് ആ ഒരു ദ്വീപിലേക്ക് പോകുന്നത്. ഫ്രെഡിന് മാത്രം ആ ഒരു ദ്വീപിൽ ഇറക്കി വിട്ടിട്ട് വന്നവരെല്ലാം തിരിച്ചു പോകുന്നു. ആ ഒരു ദ്വീപിൽ ഫ്രെഡും പിന്നെ ആ ദ്വീപിലെ കെയർ ടേക്കറായിട്ടുള്ള ഗ്രൂണറും മാത്രമേ ഉള്ളൂ. വരുമ്പോൾ തന്നെ ഗ്രൂണർ ഫ്രെഡിനോട് പറയുന്നുണ്ട്, ഇതൊട്ടും സേഫായിട്ടുള്ള സ്ഥലമല്ല, സോ വന്ന പോലെ തന്നെ നിങ്ങൾ തിരിച്ചു വെക്കോ എന്നൊക്കെ. പക്ഷെ ഫ്രെഡ് അതിന് തയ്യാറല്ല. പുള്ളി അവിടെ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടേ പോകൂ എന്നുള്ള രീതിയിൽ പുള്ളി അവിടെ തന്നെ സ്റ്റേ ചെയ്യുവാണ്. ആ ഐലൻഡിൽ വേറെ ഒന്നുമില്ല. ഒരു ലൈറ്റ് ഹൗസും പിന്നെ ഒരു മരം കൊണ്ട് നിർമ്മിച്ച ഒരു വീട് മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഹൗസിലാണ് ഗ്രൂണർ താമസിക്കുന്നത്. ഫ്രെഡ് താമസിക്കുന്നത് താഴെയുള്ള ഒരു മരം കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിലാണ്. ആദ്യ ദിവസം യാതൊരുവിധ കുഴപ്പവുമില്ല. പിറ്റേ ദിവസം രാത്രിയാകുമ്പോഴത്തേക്കും ഫ്രെഡിനെ ആക്രമിക്കാനായിട്ട് കടലിൽ നിന്നും സീ മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരുവാണ്. ശേഷം ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിക്കുന്നത്, ഇവർ രക്ഷപ്പെടുമോ ഇല്ലയോ തുടർന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒരു ദ്വീപും പിന്നെ ഒരു ലൈറ്റ് ഹൗസും ഒരു ചെറിയ ക്യാബിനും. ഇത്രയും സാധനം കൊണ്ടാണ് ഈ ഒരു സിനിമ 1.5 മണിക്കൂർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു 1.5 മണിക്കൂർ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാനായിട്ട് പറ്റും. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, അങ്ങനെ ടെക്നിക്കലി സിനിമ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സിനിമയുടെ സ്റ്റോറിയും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി. സിനിമ ഒരു ഫാമിലി മൂവിയായിട്ട് നമുക്ക് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമയിൽ കുറച്ച് 18+ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സിനിമ ഒരു ഫാമിലി മൂവിയായിട്ടൊക്കെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒറ്റയ്ക്ക് നമ്മൾ ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ സിനിമ തീരുമ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. നല്ലൊരു സിനിമയുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്തായിരുന്നാലും കിട്ടും. ഈ സിനിമ കാണണമെന്നുള്ളവർക്ക് പ്രൈം വീഡിയോയിലും ജിയോ സിനിമാസിലും ഒക്കെ അവൈലബിൾ ആണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെ സിനിമ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള വീഡിയോയൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറക്കാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇതുപോലത്തെ മൂവി റിലേറ്റഡ് കണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ മറ്റൊരു വീഡിയോ ഉടനെ കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ.